കോവിൽപ്പെട്ടി നഗരത്തിൻ്റെ ഏതാണ്ട് 3 കിലോമീറ്ററിൻ്റെ വെളിയിലുള്ള ഒരു മാർക്കറ്റാണ്. വലിയൊരു മാർക്കറ്റായി കാണുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 ഏക്കർ സ്ഥലത്തിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ മാർക്കറ്റിൽ ഞാൻ പൊങ്കലിൻ്റെതായ വലിയ റഷൊന്നും കാണുന്നില്ല. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പം ഇവിടങ്ങളിലുള്ള വ്യാപാരികൾ പറഞ്ഞു, ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഉപഭോക്താക്കൾ മാത്രമേ ഈ വലിയ മാർക്കറ്റിൽ വരാറുള്ളൂ. കാരണം നഗരമധ്യയുള്ള ആ ചെറിയ മാർക്കറ്റിൽ ചെറിയ വ്യാപാരികൾ ഇവിടെ നിന്നും സാധനം ഹോൾസെയിലായി എടുത്തുകൊണ്ടുപോയി കച്ചവടം നടത്തുന്നതിനാലും കൂടാതെ വെജിറ്റബിൾ ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും നഗരമധ്യേ ലഭിക്കുന്നതിനാലും ഈ വലിയ മാർക്കറ്റിൽ അധികം ജനങ്ങൾ വരാറില്ല. പിന്നെ വരുന്നത് ഇന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് ഒരു 4 മണിക്ക് ശേഷം മുതൽ ഒരു 10-11 മണി വരെ അത്യാവശ്യം ജനം വന്നു പോകും. കാരണം ഇപ്പം എല്ലാവർക്കും വാഹന സൗകര്യമുള്ളവരല്ലേ. അപ്പോൾ പിന്നെ കൂടുതൽ സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ളവർ ഇവിടെ നിന്ന് തന്നെ വന്ന് ശേഖരിച്ചുകൊണ്ട് പോകും. കാരണം ഇവിടെ വന്ന് ഹോൾസെയിൽ കടകളിൽ നിന്ന് വന്ന് മേടിക്കുന്നതാണ് അവർക്ക് ലാഭം. എന്തായാലും ഈ സമയത്ത് അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നല്ലൊരു മഴ കിട്ടിയെങ്കിലും തൽക്കാലം നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുന്നത്. എന്നാലും കാലാവസ്ഥയിൽ മൂഡിൽ മാറിയിട്ടില്ല, അത് തുടരുക തന്നെ ചെയ്യുന്നുണ്ട്. കോവിൽപ്പെട്ടി മാർക്കറ്റിൻ്റെ ചുറ്റളവ് പറയണമെങ്കിൽ ഏകദേശം ഒരു 300 ബസ്സുകൾ പാർക്ക് ചെയ്യാം, അത്രത്തോളം ഇടയുണ്ട്. അത്രയും ധാരാളം ഇടയുണ്ട്. ഞാനിപ്പോൾ ചുറ്റും കറങ്ങി വരാൻ തന്നെ എനിക്കാണ്ട് 15 മിനിറ്റോളം എടുത്തു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വക ചെറിയ സാധനങ്ങൾ, അതായത് ഇത് മധുരക്കിഴങ്ങ്, ഇത് കരിമ്പനക്കിഴങ്ങ്, മഞ്ഞൾ, പച്ചമഞ്ഞൾ, പിന്നെ കരിമ്പ് തുടങ്ങിയ തൈപ്പൊങ്കൽ ദിവസത്തേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ നഗരത്തിൻ്റെ നാനാഭാഗത്തും ഇന്നേ ദിവസം ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നത്തെ നഗരക്കാഴ്ച, അതായത് തൈപ്പൊങ്കലിന്റെ തലേദിവസത്തെ നഗരക്കാഴ്ച എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും തീരുകയില്ല, എത്ര വീഡിയോ ഇട്ടാലും തീരുകയില്ല. അത്രത്തോളം വളരെ അതിമനോഹരമായ കാഴ്ചയാണ്. അന്ന് മുമ്പേ ഞാൻ പറയുന്ന പോലെ തിരുവോണത്തിന്റെ തലേന്ന്, ഉത്രാടത്തിന്റെ തലേന്ന് നമ്മൾ കേരളത്തിൽ എവിടെ പോയാലും ആ കേരളം നഗരം മെയിനാണ് കാണുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒന്നും കൂടി, അതായത് നഗരമാവട്ടെ, പഞ്ചായത്താവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഗ്രാമമാവട്ടെ, എന്തു തന്നെയാണെങ്കിലും അതുപോലെ ജനം ഇടിച്ചു തള്ളി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള സമയം, ഇപ്പം മണി 2 കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങോട്ടുള്ള സമയം ജനം കൂടുകയുള്ളൂ. മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇനിയിപ്പം അങ്ങോട്ട് ഇടിവെട്ടി മഴ പെയ്തെന്ന് പറഞ്ഞാലും സുനാമി വന്നെന്ന് പറഞ്ഞാലും നാളത്തേക്കുള്ള സാധനങ്ങൾ, ഇന്ന് ഏത് പാതിര ആയാലും നാളത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ച് എല്ലാ ഗ്രഹനാഥന്മാരും അല്ലെങ്കിൽ കുടുംബിനികളും സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങാറുള്ളൂ, അല്ലാതെ ഒരു കാരണവശാലും മടങ്ങാറില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളത്തെ തൈപ്പൊങ്കൽ ദിവസം വ്യാപാരികൾ, എത്ര ഹിന്ദുക്കളായിട്ടുള്ള വ്യാപാരികൾ നാളത്തെ ദിവസം, അത് എന്ത് വലിയ പ്രസ്ഥാനമാണെങ്കിലും ചെറിയ പ്രസ്ഥാനമാണെങ്കിലും ശരി, പുലർച്ചെ കട തുറന്ന് 1 മണിക്കൂർ നേരം സെയിൽ നടത്തി കൈനീട്ടം വെച്ച് രാവിലത്തെ കടയിലെ പൂജയും കാര്യം, ഇന്ന് തന്നെ കട വൈകുന്നേരം ഇന്ന് വൈകുന്നേരം കൈ വൃത്തിയാക്കാനും സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ 11 മണിയായാലും തീരുകയില്ല, അതുപോലത്തെ കച്ചവടം നടക്കുന്ന ദിവസമാണ്. പക്ഷെ നാളെ പുലർച്ചെ തന്നെ ഒന്ന് കട തുറന്ന് കടയെല്ലാം വൃത്തിയാക്കി പൂജാ കർമാദികൾ ചെയ്ത് കൈനീട്ടം വെച്ച് അതിനുശേഷം കട അടച്ചിട്ട് അവർ പോകാറുള്ളൂ. ഒരു കാരണവശാലും തൈപ്പൊങ്കൽ ദിനത്തിൽ പൂർണ്ണമായും അവർ കട അടച്ചിടുകയില്ല. കാരണം വർഷത്തിൽ ഒരു ആണ്ടുപിറപ്പ് ദിവസം കൂടെ ആയതുകൊണ്ട് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളത്തെ ദിവസം. തൽക്കാലം കോവിൽപ്പെട്ടി വിശേഷങ്ങൾ ഇവിടെ ഞാൻ പൂർത്തിയാക്കാണ്. അടുത്ത പ്ലേസിലേക്ക് പോകുന്നു. എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തമിഴ്നാടിൻ്റെ വിനോദ സഞ്ചാര മേഖല അല്ലെങ്കിൽ ആത്മീയ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിങ്ങനെ പലതും കാണിക്കാൻ ഒരുപാട് യൂട്യൂബർമാരുണ്ടെങ്കിലും ഇത്തരം അടിത്തട്ട് കാര്യങ്ങൾ കാണിക്കാനുള്ള യൂട്യൂബർമാർ വളരെ ചുരുക്കം വിരലെണ്ണാവുന്നേ ഉള്ളൂ കേരളത്തിൽ. ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ചാനലാണ് ദീപം FIS ചാനൽ. ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി തൂത്തുക്കുടിയിൽ നിന്നും കാണാം ലൈവ്.